നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആവേശം നിറച്ച് ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ പര്യടനം. ജലജീവൻ മിഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. നവയുഗ് ബാലവേദി അവധിക്കാല ക്യാമ്പിന് തുടക്കം. വിമാനയാത്ര കഴിഞ്ഞെത്തിയ മുത്തശ്ശന്മാർക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. CPI വെട്ടം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. വെട്ടത്തക്കാവ് താലപ്പൊലി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. വിശദമായ വാർത്തകൾ. ആവേശം നിറച്ച് ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ പര്യടനം. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ എടരിക്കോട്, തെന്നല, നന്നമ്പ്ര പഞ്ചായത്തുകളിൽ നടന്ന സൗഹൃദ സംഗമങ്ങളിൽ സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി പങ്കെടുത്തു. ഓരോ സംഗമങ്ങളിലും സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞിമരക്കാർ ചുടലപ്പാറയുടെ നേതൃത്വത്തിൽ UDFന്റെ വിശേഷിച്ചും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആ വെയിലത്ത് അവിടെ നിൽക്കുന്ന ആവേശത്തോടെ മുദ്രയുണ്ട്. കുഞ്ഞിമരക്കാരെ പ്രത്യേകം ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. അത്രയും ദൂരെ അവർ റോഡിലൂടെ നടന്നിട്ടാണ് ഇങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ച് ഈ സൗഹൃദ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള. അതിലധികവും സഹോദരിമാരാണ്, മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റുള്ളവരുമാണ്. അവരെ പ്രത്യേകം പ്രിയപ്പെട്ട ഒട്ടേറെ നേതാക്കൾ വേദിയിലുണ്ട്. ലത്തീഫ് ഇവരൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞതല്ല, പേര് പറഞ്ഞാൽ ദീർഘിച്ചു പോകും. അത് തൽക്കാലം ഇന്ത്യയിൽ കഴിയുന്നത് ഇന്ത്യ അലയൻസിനാണ്. ആ ഇന്ത്യ അലയൻസിൻ്റെ തലപ്പത്താരാണ്? സകല കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതിൻ്റെ തലപ്പത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഇപ്പം ചിലരിങ്ങനെ പ്രതിഷേധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 50 കൊല്ലത്തോളം അതിലേറെ കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. 75 കൊല്ലമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇടയ്ക്ക് ചില ഇടവേളകൾ ഒഴിഞ്ഞാൽ ബാക്കിയൊക്കെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റേഴ്സാണ് ഇന്ത്യ ഭരിച്ചത്. മഹാനായ പണ്ഡിറ്റ് നെഹ്റു മുതൽ മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെ. ആവേശം നിറച്ച് ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ പര്യടനം. വിവിധയിടങ്ങളിൽ KPA മജീദ് MLA, ഷെരീഫ് കുറ്റൂർ, ഡോക്ടർ സരിൻ, ഇഫ്തിഖാറുദ്ദീൻ, ആസാദ് CC, KV സൈദാലി, CK ഉമ്മർ, ബഷീർ പൂവഞ്ചേരി, PT സലാഹു, KP അഷ്റഫ്, കുഞ്ഞിമരക്കാർ, ഹനീഫ പുതുപ്പറമ്പ്, VT സുബൈർ തങ്ങൾ, CK റസാഖ്, ലിബാസ് മൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. കിസാൻ സമ്മാൻ നിധിയുടെ പേരിൽ, ഫസൽ ബീമാ യോജനയുടെ പേരിലും തെറ്റായ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതായും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കുറ്റപ്പെടുത്തി. രാവിലെ എടപ്പാൾ വെങ്ങിണിക്കര ശ്രീ മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചരണം ആരംഭിച്ചത്. ഇന്നത്തെ പര്യടനം തവനൂർ മേഖലയിലായിരുന്നു. നമുക്കറിയാം, ജൽജീവൻ മിഷനിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട്, വലിയൊരു ദൗത്യവുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുകയായിരുന്നു. അതിൻ്റെ ഗുണഫലം
യഥാർത്ഥത്തിൽ ഇവിടെ എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്. ഫണ്ടുകൾ നിരവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കണ്ടനകം KSRTCക്ക് സമീപം കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് വരാനുള്ളത്. ഈ ഫണ്ട് അനുവദിച്ചു എന്ന് മാത്രമല്ല, നമുക്കറിയാം ജൽജീവൻ മിഷനായിട്ട് എത്രത്തോളം ഫണ്ട് കേരള സർക്കാരിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിരവധിയായിട്ടുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളിലേക്ക്, കൃത്യമായിട്ട് ഗ്രാമീണ മേഖലയിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇരുന്നിട്ടും ഗ്രാമീണ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ചില മേഖലകളിൽ തെരഞ്ഞെടുത്ത ചില വീടുകളിലേക്ക് എന്ന പോലെ ചില ഭാഗങ്ങളിലേക്ക് തീർത്തും ജൽജീവൻ മിഷൻ്റെ പദ്ധതിയുടെ പ്രവർത്തനം ഇതുവരെയും തുടങ്ങി വെച്ചിട്ട് പോലുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ പര്യടന വേളയിൽ മനസ്സിലാക്കിയത്. കിസാൻ സമ്മാൻ നിധിയുടെ പേരിൽ ഫസൽ ബീമാ യോജനയുടെ പേരിലും തെറ്റായ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതായും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കുറ്റപ്പെടുത്തി. രാവിലെ എടപ്പാൾ വെങ്ങിണിക്കര ശ്രീ മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചാരണം ആരംഭിച്ചത്. തവനൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരുമായി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സംവദിച്ചു. എടപ്പാൾ തലമുണ്ട കൂട്ടായി മാസ്റ്ററുടെ വീട്ടിലും മുൻ ജനസംഘം ജില്ലാ സെക്രട്ടറി VT ബാലചന്ദ്രന്റെയും വീടുകൾ സന്ദർശിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ 20 വർഷത്തിലധികമായി നടന്നുവരുന്ന കലാപരിശീലന ക്ലാസ്സിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. പാട്ടും നൃത്തവുമൊക്കെയായി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പരിപാടിയുടെ ഭാഗമായി. തവനൂർ മണ്ഡലത്തിലെ കുറ്റിപ്പാലം, തലമുണ്ട, അയിലക്കാട്, എരുവപ്ര, തണ്ടിലം എന്നിവിടങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിലും തിരുനാവായ മണ്ഡലത്തിലെ ആദവനാട്, ചെറക്കുന്ന് കോളനിയിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥന നടത്തി. സ്ഥാനാർത്ഥിക്കൊപ്പം BJP തവനൂർ മണ്ഡലം പ്രസിഡന്റ് KP സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറിമാരായ അശോകൻ, വട്ടംകുളം റെജി കാലടി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് PC നാരായണൻ, M നടരാജൻ, തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ, ജനറൽ സെക്രട്ടറിമാരായ K രാമചന്ദ്രൻ, AV ഷിജു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വെട്ടൻ ന്യൂസ്, പൊന്നാനി. പരിയാപുരം നവയുഗ് വായനശാലയുടെ ബാലവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള ചിത്രരചന, സംഗീത പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി. നവയുഗ് ബാലവേദി അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ചിത്രരചന ശില്പശാലയ്ക്ക് ചിത്രകാരൻ റിയാസ് കോട്ടേക്കാടും സംഗീത ശില്പശാലയ്ക്ക് സ്നേഹ CPയും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ക്യാമ്പ് കോർഡിനേറ്റർ മിനിമോൾ TN ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വെട്ടൻ ന്യൂസ്, തിരൂർ. പുതുമയുള്ള വിദ്യാലയ വിശേഷങ്ങൾ ഒരുക്കി സംസ്ഥാന തലത്തിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് പാരന്റ്സിനായി ഒരുക്കിയ വിമാനയാത്രയ്ക്കും ട്രെയിൻ, മെട്രോ, വാട്ടർ മെട്രോ എന്നിവയുൾപ്പെടുന്ന ബഹുതല യാത്രകൾക്കു ശേഷം തിരിച്ചെത്തിയ യാത്ര സംഘത്തിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. ആശയം നിർദ്ദേശിച്ചതും വിമാനയാത്ര സ്പോൺസർ ചെയ്തതും സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ CP കുഞ്ഞിമൂസയാണ്. ഒന്ന് നോക്കിക്കോളി, ഇങ്ങോട്ട് നോക്കിക്കോളിട്ടാ.
കിടന്നിട്ട് ജോലി വളരെ 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 ഭംഗി ആദ്യമായി ആസ്വദിച്ച മെട്രോ വിമാനയാത്രകൾക്കു ശേഷം തിരിച്ചെത്തിയ ഞായറാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു നൽകിയ മധുരപലഹാര പൊതി കൂടിയായപ്പോൾ അത് അവിസ്മരണീയമായ ഈസ്റ്റർ സമ്മാനമായി മാറി. 77 വയസ്സുവരെയുള്ളവർ പോലും യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രായത്തെ വെല്ലുന്ന ഉത്സാഹത്തോടെ ആദ്യാവസാനം അവർ യാത്ര ആസ്വദിച്ചത്. ഗ്രാൻഡ് പാരന്റ്സിനു വേണ്ടി വിപുലമായി സംഘടിപ്പിച്ച സംഗമമായ ഗ്രാൻഡ് പാരന്റ്സ് കോഫി ഡേയിൽ പങ്കെടുത്ത 283 പേരിൽ നിന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തി നിരന്തരമായി നടത്തിയ വിലയിരുത്തലിലൂടെയാണ് അർഹരായ 10 പേർക്ക് കരജല വ്യോമയാത്ര നൽകിയത്. യാത്രാ സംഘം മാർച്ച് 30-ന് ട്രെയിൻ മാർഗം എറണാകുളത്തെത്തി മെട്രോ, വാട്ടർ മെട്രോ, ബോട്ട് എന്നിവയിൽ സഞ്ചരിച്ചു. പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിലെത്തി. ശനിയാഴ്ച കണ്ണൂരിൽ താമസിച്ച് അടുത്ത ദിവസം ട്രെയിൻ മാർഗം നാട്ടിലേക്ക്. യാത്രയൊക്കെ സുഖമായി, കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് ഭയങ്കരമായി സന്തോഷമായി. എനിക്കാണ് ഏറ്റവും വലുത്. ശേഷം പ്രധാനാധ്യാപകൻ വക പ്രഭാത ഭക്ഷണവും കഴിച്ച് സ്കൂൾ ബസ്സിൽ പാട്ടുപാടിയും തമാശ പങ്കിട്ട് പൊട്ടിച്ചിരിച്ചും വീട്ടിലേക്കു മടങ്ങി. മുമ്പ് ഈ വിദ്യാലയം പ്രധാനാധ്യാപികയ്ക്ക് കുടുംബസമേതവും ശേഷം PTA പ്രസിഡന്റ്, അധ്യാപകർ എന്നിവരുൾപ്പെട്ട സംഘത്തിനും വിദേശയാത്ര നൽകിയിരുന്നു. വിദ്യാലയം നവരത്നങ്ങളെ തേടുന്നു എന്ന പദ്ധതിയുടെ ഭാഗമായി വിജയികളായ കുട്ടികളുടെ 20 പേരടങ്ങുന്ന സംഘത്തിന് 2 തവണ കര ജല വ്യോമയാത്ര നൽകിയിരുന്നു. വയോജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും കൂടുതൽ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ യാത്രാ പദ്ധതിയിലൂടെ വിദ്യാലയം നൽകുന്നത്. പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ വയോജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആഹ്ലാദകരമായ ജീവിത സാഹചര്യവും ആഗ്രഹ പൂർത്തീകരണങ്ങളും സംതൃപ്തിയും ഉണ്ടായി വരുമ്പോഴാണ് ഈ യാത്ര സമ്പൂർണ്ണാർത്ഥത്തിൽ സഫലീകരിക്കപ്പെടുന്നത്. യാത്ര കഴിഞ്ഞെത്തിയ യാത്രികരെ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉമ്മർ, പ്രധാനാധ്യാപകൻ AV ഉണ്ണികൃഷ്ണൻ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷുഹൈബ്, മുസ്തഫ, ആബിദ, വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ PP സഹദേവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നും സ്കൂളിന്റെ കീഴിൽ വയോജനങ്ങൾക്കായി തുടർ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കുമെന്ന് PTA ഭാരവാഹികൾ അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. CPI വെട്ടം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. C. അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. CPI വെട്ടം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇഫ്താർ സംഗമവും വിദ്യാനഗറിൽ നടന്നു. CPI വെട്ടം ലോക്കൽ സെക്രട്ടറി TV ഫാസിൽ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ C. അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. C. സിദ്ദീഖ്, PP അർഷാദ്, കിഷോർ വെട്ടം, ജഷി പരിയാപുരം, ബൈജു അരിക്കാഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. A. പ്രമോദ്, PP അബ്ദുറഹ്മാൻ, ജംഷി അരിക്കാഞ്ചിറ, P. യൂസുഫ് അലി, PP സലാം, ആസിഫ് അരിക്കാഞ്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, പറവണ്ണ. വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. മാർച്ച് 29, 30, 31 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടിയത്. നിരവധി വിശ്വാസികൾ പങ്കാളികളായി.
ഇൻഡസ്ട്രീസ് വെട്ടത്തുകാവ്, ശ്രേയസ് പൂജ സ്റ്റോർ ആൻഡ് സ്റ്റേഷനറി വിട്ടം ആലുശ്ശേരി. കരുണാ കടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാർച്ച് 29, 30, 31 തീയതികളിലാണ് ഈ വർഷത്തെ വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടിയത്. മാർച്ച് 29 വൈകിട്ട് വെട്ടത്തുനാട്ടിലെ കലാകാരികൾ ചേർന്നൊരുക്കിയ മെഗാ കൈകൊട്ടിക്കളി അരങ്ങേറി. 30 രാത്രി 7 കാസർഗോഡ് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠനകേന്ദ്രം അവതരിപ്പിച്ച കനലാട്ടം മെഗാ ഷോ അരങ്ങേറി. സമാപന ദിവസമായ രാവിലെ ചാക്യാർകൂത്ത്, തുടർന്ന് പഞ്ചവാദ്യം, മേളം, ദീപാരാധന, ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറി. രാത്രി 7 മുതൽ കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ഹോൾഡ് 3 ദിവസങ്ങളിലായി കൊണ്ടാടിയ താലപ്പൊലി മഹോത്സവത്തിന് വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.